ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇനി അവിടെ കാണിക്കുന്നത് രണ്ട് കേക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡെക്കറേഷൻ വർക്കാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ രണ്ട് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചോക്ലേറ്റ് സ്പഞ്ചും ഒന്ന് വാനില സ്പഞ്ചുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ലെയറായിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കേക്കിന്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കേക്ക് തെന്നി പോവാതിരിക്കാനാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡൊക്കെ ഒപ്പം തന്നെ ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റ് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയറും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ 3 ലെയറും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ അടുത്ത ക്രീം ഇട്ട് കൊടുക്കുക, അങ്ങനെ 3 ലെയറും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 1/2 കപ്പോളം ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്രീമിലേക്കും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീമിന്റെ കളർ ഇങ്ങനെ ആയി കിട്ടിയിട്ടുള്ളത്. എന്തായാലും ചോക്ലേറ്റ് കേക്ക് അല്ല, അപ്പോൾ നമുക്കിത് ആ ഒരു ചോക്ലേറ്റിന്റെ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കളർ കിട്ടും കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഈ കേക്കിലേക്ക് ഒഴിക്കാനും കൂടി ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ലെയർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് 3ാമത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ 3ാമത്തെ ലെയർ വെക്കുമ്പോൾ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേതൊക്കെ ഒരു സൈഡിലേ ചെയ്തിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് ലെയറിന്റെ 2 സൈഡിലും വെച്ച് അങ്ങനെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിപ്പോ ക്രീം കോട്ടിങ് മാത്രമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 2 കേക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കേക്കിന്റെ ക്രീം കോട്ടിങ്ങും തലേദിവസം രാത്രിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് തലേദിവസം ക്രീം കോട്ടിങ് ചെയ്ത് വെക്കുന്ന കേക്കാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവും കേക്കിന്. ഇപ്പൊ ചോക്ലേറ്റ് കേക്കിന്റെ ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡ് ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, കേക്കിലേക്ക് തട്ടാതെ നല്ലൊരു ക്ലോത്ത് കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വാനില സ്പഞ്ചാണ്. അപ്പൊ ഇതിന്റെ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് 6 ഇഞ്ചിന്റെ പാനിലാണ് കേട്ടോ. ഒരു 1 kg അളവാണ്. 6 ഇഞ്ചിന്റെ പാനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മുകളിൽ നിന്ന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ 3 ലെയറായിട്ട് നല്ല തിക്കായിട്ടുള്ള ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 2 അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് 5 ലെയർ മാത്രമേ ഞാൻ കേക്കിന് വെച്ച് കൊടുക്കുന്നുള്ളൂ. 1 ലെയർ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കപ്പ് കേക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ലെയർ മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പൊ അത് 3 ലെയറായിട്ട് രണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ലെയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6 ഇഞ്ചിന്റെ പാനിലായതുകൊണ്ട് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ വെള്ളവും ഷുഗറും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ അതുപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേക്കിന് ഉണ്ടാവുക. പക്ഷെ ഇവർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂനട്ടും ബദാം, പിസ്ത ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സും കടിക്കാൻ കിട്ടരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല, നട്ട്സ് അവർക്ക് കടിക്കാൻ കിട്ടരുത്, അത് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നന്നായി പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാ ലെയറിലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ലെയറും ഇതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്.
അപ്പൊ ഇത് അഞ്ചാമത്തെ ലെയറാണ് കേട്ടോ. അഞ്ചാമത്തെ ലെയറിൽ രണ്ട് സൈഡിലും ഇതുപോലെ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ലെയർ ഒന്നും വെക്കുന്നില്ല, 5 ലെയർ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. കട്ട് ചെയ്തെടുത്ത 6 ലെയർ ഉണ്ട്. അപ്പോൾ ഒരു ലെയർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ലെയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കണം നമുക്ക്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഹൈറ്റുള്ള കേക്കല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബാംബു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം, ഒരു വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം സെന്ററിൽ വെച്ച് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് വലുതില്ലാത്തതുകൊണ്ട് 4 ചെറിയൊരു ബാംബു സ്റ്റിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതങ്ങനെ വെച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ചിങ്ങനെ ചെരിഞ്ഞ് നിൽക്കും, അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ കുറച്ച് വലുതാണ്, വണ്ണുള്ളതാണെങ്കിൽ സെന്ററിൽ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്കിന്റെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പിറ്റേ ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്ത് വെച്ച കേക്കാണ് അത്, ചോക്ലേറ്റ് കേക്ക്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ വീണ്ടും ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കളർ, ആ ക്രീമിലേക്ക് കുറച്ചുകൂടി വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കളർ കിട്ടിയിട്ടുള്ളത്. അത് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇട്ടത്. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പൊ ഇതിപ്പോ നമ്മൾ കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമ്മള് ചോക്ലേറ്റ് ട്രഫിളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പൊ ചോക്ലേറ്റ് ട്രഫിൾ വേണമെന്നല്ല ആദ്യം പറഞ്ഞിരുന്നത് കേട്ടോ അവര്. കളർ കേക്ക് വേണം, അപ്പൊ കളറാകുമ്പോഴല്ലേ എല്ലാ മക്കൾക്കും കളറൊക്കെ കാണുമ്പോഴല്ലേ ഭയങ്കര ഇഷ്ടാവുക. അപ്പൊ അവരുടെ മമ്മക്ക് അധികം ഇഷ്ടമല്ല കളറൊന്നും ആഡ് ചെയ്യുന്നത്. എനിക്കും താല്പര്യമില്ല കേട്ടോ കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇതെല്ലാ കേക്കിന്റെ സാധനങ്ങളും വാങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തത്. അപ്പൊ ഡ്രസ്സ് എടുത്തപ്പോ ബ്ലാക്ക് ആയി പോയി. അപ്പൊ അതിന് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഒരു കറുപ്പിന്റെ ഒരു ടച്ച് അങ്ങനെ എടുക്കുമല്ലോ. അപ്പൊ അതങ്ങനെ മതി, പിന്നെ കുറച്ച് ഡിസൈനും കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ഇത് ചോക്ലേറ്റിന്റെ ട്രഫിളാക്കാനുള്ള കാരണം കേട്ടോ. അങ്ങനെ ഈ കേക്കിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഫിനിഷിംഗ് ഒന്നും ആക്കണ്ട, നമ്മൾ എന്തായാലും ട്രഫിൾ ചെയ്യണമല്ലോ, ഫിനിഷിംഗ് ഒന്നും ആക്കണ്ട. അപ്പൊ ഇതുപോലത്തെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ സൈഡ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം നമുക്ക് കിട്ടാം. ഒരു സിഗ്സാക് സ്ക്രാപ്പർ ആണിത്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ആക്കി എടുക്കാം. ഡിസൈൻ ഒന്നും അറിയാത്തവർക്ക് സുഖമാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി 2-3 മണിക്കൂർ കഴിയണം നമ്മൾ അതിൽ ട്രഫിൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് തലേദിവസം രണ്ടാമത് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചില്ല, ആ ഒരു കേക്കാണ് ഇട്ടത്. അപ്പൊ ഇതിൽ നമ്മൾ വൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്. വൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറയണത് ഇത് മുക്കാ ഭാഗമായിട്ട് ഈ വർക്ക്, വൈറ്റ് മുക്കാ ഭാഗം ആയപ്പോഴാണ് മോള് പറയുന്നത് എനിക്ക് ഇതിലെങ്കിലും ഒരു കളർ കൊടുക്കണം ചാച്ചി, എല്ലാതും അങ്ങനെ തന്നെ ആക്കണ്ട, കുറച്ച് കളർ കൊടുക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ മൂപ്പർക്ക് ബ്ലൂ കളറാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതില് കുറച്ച് ബ്ലൂ കളർ കൊടുക്കുന്നു പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, മോൾക്ക് ഭയങ്കര ഇഷ്ടമല്ല, അവളുടെ ബർത്ത്ഡേ അല്ല, അപ്പൊ അവളുടെ ഇഷ്ടം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു കുറച്ച് ബ്ലൂ കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതിന്റെ മുക്കാ ഭാഗം വൈറ്റ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇട്ടാ. അപ്പൊ ഇനി കുറച്ച് തിക്കാവും, എന്നാലും കുഴപ്പമില്ല, കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ട് ഒരു ബ്ലൂ കളറും കൂടി ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇത് ഫിനിഷ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഹൈറ്റ് ഉള്ള കേക്കാകുമ്പോൾ ഫിനിഷ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിൽ ഞാൻ ബ്ലൂ കളർ അങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അവള് കാർട്ടൂണൊക്കെ നന്നായി കാണുന്ന ആളാണ്. അപ്പൊ ഷിൻചാന്റെ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, അപ്പൊ ഷിൻചാൻ എന്നുള്ള ഒരു കാർട്ടൂൺ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ ഒരു തീം അവള് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് കാണിച്ചു തന്നെ, ഈ ഒരു മോഡലാണ് എനിക്ക് ചെയ്തു തരേണ്ടത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചാച്ചി. അപ്പൊ അതിന്റെ പേരും അവരുടെ ആ ഒരു ഷിൻചാനിലുള്ള ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന ആള് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞാന് ഈ വർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിന്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ പോയി വാങ്ങുന്നത്. അത് നമുക്ക് കേക്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങുന്നത് ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ്. അപ്പൊ അവൾക്ക് നിർബന്ധം അതന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ അത് അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഈ ഒരു കേക്കിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ബാക്കി വർക്കുകൾ ചെയ്യുന്നത്. ഇതൊന്ന് സെറ്റായി കിട്ടണ്ടേ. അപ്പോഴേക്കും അവൾ യൂട്യൂബിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഷിൻചാന്റെ ഒരു തീമാണ് ഇട്ടത്. ഇതാണ് അവൾ കാണിച്ചു തന്ന ഫോട്ടോ, ഇതുപോലെ വേണം അവൾക്ക് കിട്ടാനായിരുന്നു. അപ്പൊ ഏകദേശം ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടാ. പിന്നെ ഇത് നമ്മൾ ഗ്രാസ് നോസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ അടിഭാഗത്തെ ഡിസൈൻ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടാണ്. ഗ്രീൻ കളർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഒരു യെല്ലോയും ബ്ലൂവും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഈ ഗ്രീൻ കളർ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഈ ഒരു ഗ്രീനാ കിട്ടിയത്.
കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ട്രഫിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നേരിട്ടിട്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടാ. അതിലേക്ക് ഒരു കപ്പ് ചോക്ലേറ്റും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രീം ചൂടായതിനു ശേഷമാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. അപ്പൊ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം കേട്ടാ. അപ്പൊ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അൺസാൾട്ടഡ് ബട്ടർ വേണ്ട ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അതും കൂടി മെൽറ്റായി വന്നപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചൊഴിക്കണം കേട്ടോ. ഈ ചൂടിൽ തന്നെ അത് മെൽറ്റായി കിട്ടും. അത് നമുക്ക് അപ്പൊ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് അതൊന്ന് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മൾ അരിച്ചില്ലെങ്കിൽ നമുക്ക് കേക്കിന്റെ മുകളിൽ ഇങ്ങനെ വല്ല കട്ടയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണും. അപ്പൊ അതൊരു ഭംഗികേടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ അത് ചെറുതായി ചൂട് മാറണം, എന്നിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കപ്പ് കേക്ക് ഒക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഒരു ലെയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു ലെയർ നിന്നാണ് ഇങ്ങനത്തെ പോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 ലെയർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ക്രീം നമുക്ക് ഞാൻ എല്ലാത്തിന്റെ ക്രീമിലും ബാക്കി ഉണ്ടായിരുന്നു, എല്ലാ കളറിലും ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ റോസറ്റയുടെ നോസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ട്രഫിൾ ചെയ്യാനുള്ള കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തണുത്ത കേക്കിൽ വേണ്ട ട്രഫിൾ ഒഴിക്കാനായിട്ട്. അതല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ സെറ്റാക്കി എടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ഇപ്പൊ നല്ല തണുത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് ഈ ട്രഫിൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വലിയൊരു പാത്രം നമ്മൾ താഴെ വെച്ച് കൊടുക്കണം. വലിയൊരു പ്ലേറ്റ് താഴെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മൾ ഈ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ അല്ലെങ്കിൽ ഈ ഒലിച്ചിറങ്ങണ ചോക്ലേറ്റ് ഒക്കെ വേസ്റ്റ് ആയി പോകും. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് ആ ചോക്ലേറ്റ് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ കേക്ക് ബോർഡൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പേരൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈറ്റ് ചോക്ലേറ്റിൽ പിങ്ക് കളർ ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവളുടെ ഫ്രോക്കുമിലുള്ളതാണ് ഈ ഒരു പിങ്ക് കളർ. പിന്നെ അടിയിൽ ഞാൻ എഡിബിൾ ആയിട്ടുള്ള പേളാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു പേള് 2 ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലും ഇതുപോലെ പേളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പേളൊക്കെ ഞാൻ ആദ്യമേ മേടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ പിങ്ക് കളർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മളെ കേക്കൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഷിൻചാന്റെ കേക്കിൽ ഇതുപോലെ എഡിബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഷിൻചാന്റെ ആ ഒരു തീമും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവള് ഓരോരുത്തർ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കും, അവിടെ വെച്ച് കൊടുക്കും, ഇവിടെ വെച്ച് കൊടുക്കുന്നൊക്കെ മോൾ ഇങ്ങനെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതങ്ങനെ വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഷിൻചാന്റെ തീമൊക്കെ വെച്ചുകൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു കേക്ക് കണ്ടപ്പോഴ്. പിന്നെ ചോക്ലേറ്റ് കേക്കും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർഫ്ലൈയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പേപ്പറാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവളുടെ ഫ്രോക്കിന്റെ കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. കേക്ക് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 2 കേക്കും കട്ട് ചെയ്യാനായിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. അവളുടെ 2 ബ്രദേഴ്സും പിന്നെ നമ്മൾ അടുത്ത ഫാമിലിന്ന് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടാ. മോളുടെ ദീദിയാണ് കേട്ടോ മോളുടെ കൈ പിടിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യിക്കുന്നത്. കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഹാപ്പിയാണ് കേട്ടോ അവള്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ നമ്മളെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമന്റ് ബോക്സിൽ കമന്റുകളൊക്കെ അറിയിക്കണം. പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഒരു ദീദി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദീദിയോട് കുറച്ചേരൊക്കെ സംസാരിച്ചതിന് ശേഷം അവള് കട്ട് ചെയ്യാനായിരുന്നു നിന്നത്. അപ്പൊ ദീദിക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, ഞാൻ വീഡിയോ എടുക്കല്ല, അതുകൊണ്ട് തന്നെ എനിക്കും നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇത്ര ഉള്ളോട്ടെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്